സാധാരണമായി റോഡിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ വീട് എടുക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലാണ് വീട് എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ സെന്ററിൽ നിന്ന് നമ്മൾ ആ റൈറ്റ് സൈഡിലോട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യരുത്? വീട്ടിലോട്ട് കയറരുത്. ഇപ്പം ഒരു റൈറ്റോട്ട്, ഉദാഹരണം നമുക്ക് റൈറ്റോട്ട് കയറണം, എന്ത് ചെയ്യണം? നമ്മൾ ഈ വരുന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് ആക്കണം. മനസ്സിലായോ? ഈ ലെഫ്റ്റ് സൈഡിൽ ആക്കിയതിനു ശേഷം നമുക്ക് ഈ ഭാഗത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? കാണുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചു കൊടുക്കാതെ നമുക്ക് കയറേണ്ട ആ വിഷ്വല് നമുക്ക് ഷോൾഡർ ചരിച്ച് കാണണം. ഷോൾഡർ ചരിച്ച് കാണുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക? ബാക്കിൽ വണ്ടിയില്ല, ഫ്രണ്ടിലും വണ്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് മാത്രം നിങ്ങളെല്ലാം തിരിച്ചു വെച്ചിട്ട് എടുക്കരുത്. കയറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്ത് തിരിക്കുക. അപ്പൊ കയറുമ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഭാഗത്തെ മതിൽ തട്ടാതെ വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ ശ്രദ്ധിക്കാൻ. ഈ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിനുള്ള, അല്ല നിങ്ങൾ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് നോക്കുന്നുണ്ടാണ് എന്ത് റൈറ്റിലേക്ക് കൂടുതലായിട്ട് ഒടിഞ്ഞു പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലെ ഭാഗം അകത്തേക്ക് കയറിയതിനു ശേഷം എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? വീല് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി, സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാഹനം വീട്ടിലോട്ട് കയറുന്ന ഗേറ്റിന്റെ ഉള്ളിലോട്ട് നമുക്ക് കൃത്യമായിട്ട് കയറ്റാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, തനിയെ വാഹനം ഓടിച്ച്